വചനത്തിൽ നിന്ന് ഈ രാത്രിയിൽ നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-ാമത്തെ തിരുവെടുത്ത. ഉണ്ടായിരിക്കുന്ന സഹോദരന് ഈ വെട്ടത്തോട്ട് വന്നിരിക്കാൻ പറ. വാഴയുടെ മൂട്ടിൽ ലാസ്റ്റ് വന്നിരുന്നില്ലേ? ഇവിടെ 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 വന്നിരിക്കും. എന്തിനാ ഈ പാത്തിരിക്കുന്നത്? പിന്നെയും പോയി പാത്തിരിക്കുക. എനിക്ക് കാണണം, ഇങ്ങോട്ട് ആരാന്നൊന്ന് കാണാനാ. പാസ്റ്ററാന്നോ വിശ്വാസിയാന്നോ? ആരാ? സുശേഷവലിയാണ്. ആണോ? എന്തിനാ പോയി പാത്തിരിക്കുന്നത്? ആയിക്കോട്ടെ, എന്നാലും വന്നിരിക്കുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ നിർബന്ധമായ കാര്യമാണ്. യോഗത്തിനെല്ലാം അതിൻ്റെ ഓർഡർ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറയും. ചിലക്കത് ഇഷ്ടമല്ല ഇങ്ങനെ പറയുന്നൊന്നും. എന്തുവാ, എനിക്കല്ലേ പ്രസംഗിക്കാനൊക്കത്തില്ല. രണ്ടുപേരെയുള്ളെങ്കിലും അടുക്കായിട്ടിരിക്കണം. കർത്താവ് അങ്ങനെ ആണല്ലോ ചെയ്തത്. ആദ്യം ഇരുന്ന് വെച്ച് പിന്നെ വിളമ്പാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇരുത്തി, പന്തിയായിട്ട് ഇരുത്തി. ഉയർപ്പോട് ബന്ധപ്പെട്ടുള്ള വാക്യമാന്തലും പ്രയോഗം നല്ലതാ. ഓരോരുത്തരും താൻ്റെ നിരയിലെത്ര. അപ്പം അതെല്ലാം അങ്ങനെ വേണം. ആട്ടെ, നിങ്ങളുടെ വളരെ നന്നായിരിക്കുന്നു. സഹകരണത്തിനും അനുസരണത്തിനും ഒക്കെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ അനുസരിച്ചത് അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണ്. ഇന്ന് രാത്രി നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-ാമത്തെ തിരുവെടുത്ത. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ദൈവത്തിന് മതി. പുതിയ നിയമ പുസ്തകങ്ങളിലെ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, ഈ സത്യവേദ പുസ്തകം ഇത് 66 പുസ്തകങ്ങൾ കൂടുന്നതാ. സത്യവേദ പുസ്തകം. ഇതുപോലെ ഒരു പുസ്തകം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല, ഇനി ആർക്കൊട്ടുണ്ടാക്കാനും ഒക്കുകയല്ല. ഏതാണ്ട് പറഞ്ഞു. എന്തോ പറഞ്ഞു, ഇവിടാന്നോ പറഞ്ഞു? എന്തോ ഞാൻ കേട്ടു പറയുന്നത്. എന്തോ തെറ്റിയെന്നാണോ? പിന്നെ തെറ്റിക്കുമെന്നാണോ? എന്തോ കേട്ടില്ല. എന്തോ പറഞ്ഞു. ഈ പാട്ടെല്ലാം പാടിയിട്ട് കള്ളം പറയരുതേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു പുസ്തകം ഇത് നമ്മുടെ കയ്യിൽ ലഭിച്ചത് വലിയ ഭാഗ്യമാണ്. ഇത് വായിക്കുന്നത് ഭാഗ്യമാണ്. വായിച്ച് കേൾപ്പിക്കുന്നതും സുബിയെ വായിച്ച് കേൾപ്പിക്കുന്നതും ഭാഗ്യം. വായിച്ചു വെളിപ്പാട് 1:3 വായിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവൻ. അപ്പൊ സുബിക്ക് ഇന്ന് ഭാഗ്യമുണ്ട് കേട്ടോ. വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, കേൾക്കുന്നവനും. ഇനി ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർക്കും ഭാഗ്യവാന്മാർ. അവർക്ക് കുറച്ച് ഭാഗ്യം കൂടും. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവർക്ക് ഭാഗ്യമുണ്ട്. ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോ ഇരുന്ന് ഉറങ്ങുന്നവർക്ക് ഭാഗ്യം ഉണ്ടോ എന്നുള്ളത് കണ്ടില്ല. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര് ഭാഗ്യമുള്ളവർ. ഇനി ഇത് അനുസരിച്ചാൽ, ഇതിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ചാൽ ഭാഗ്യത്തിന്റെ അയ്യരുകളില്ല. സ്തോത്രം. ഇടയ്ക്ക് ഇനി പറയാൻ ഒത്തില്ലെങ്കിൽ അത് ചിലപ്പം അബദ്ധമാകൊണ്ട് ആദ്യം പറയാം. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാവോ? 1, സകല മനുഷ്യരും മാനസാന്തരപ്പെടണം. എല്ലാവരും. ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണം.
ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധുക്കോസുകാർ വിചാരിക്കുന്നത് നാട്ടുകാരെല്ലാം മാനസാന്തരപ്പെടാനാണ്. അത് വേണം, നിങ്ങളും മാനസാന്തരപ്പെടണം. വേണ്ടേ? സഹോദരങ്ങളോട് മിണ്ടാത്തവരുണ്ട്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് യോഗം കഴിഞ്ഞ് അത്താഴം കഴിക്കുന്നതിന് മുന്നേ അവർ പോയി രമ്യതപ്പെടണം. സ്തോത്രവും ആമേനും ഒക്കെ കുറയുമെന്ന് എനിക്കറിയാം. അത് കുറയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അയലത്ത് ആൾക്കാരുണ്ട്, അവരും ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. അവരോട് നിരപ്പ് പ്രാപിക്കണം. സ്തോത്രം. പാപമാർഗങ്ങളെ, പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെടണം. അപ്പൊ ഇതിനകത്തെ പ്രമാണം ഇതാ, എല്ലാവരും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നവര് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരങ്ങൾ കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, തീർത്ഥയാത്ര കൊണ്ടൊന്നും ആമീൻ നിത്യത ലഭിക്കത്തില്ല. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് ആമീൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. വായിച്ചോ മോളെ, റോമാലേഖനം 10:9. അറിവുള്ള വാക്യം എന്തായാലും വായിച്ചു. 10:9 വായിച്ചു. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. യേശുവിനെ കർത്താവെന്ന് എല്ലാവരും വായ് കൊണ്ട് ഏറ്റു പറയണം. അതിന് കാശ് മുടക്കൊന്നുമില്ല. എല്ലാവരും ഏറ്റു പറയണം. യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുകയും ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും എല്ലാവരും ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഈ ശബ്ദപരിധികൾ കേൾക്കുന്ന, എന്നെ ശ്രമിക്കുന്ന ബഹുമാനരായ ദേശനിവാസികളോടും കൂടപ്പെട്ടവരോടും ഓൺലൈനിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുമൊക്കെ പറയുക, ആമൻ വായ് കൊണ്ട് ഏറ്റു പറയണം. ഒന്നുകൂടെ വായിച്ചോ മോളെ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും, യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതാ പ്രമാണം. ഇതനുസരിച്ചാൽ ഭാഗ്യവാൻ. അപ്പൊ 1 മാനസാന്തരം, വിസ്തരിക്കുന്നില്ല. 2 യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി ജീവിക്കണം. മാനസാന്തരത്തോടു കൂടെ നടക്കേണ്ട കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചുവെന്നും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപം മോചിക്കപ്പെടുമെന്നും ക്രിസ്തുവിന്റെ രക്ഷിതാവാണെന്ന് വിശ്വസിച്ച യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. വെടക്കോഴിയും കൊടുക്കണ്ട, യേശുവിന് പൂവൻകോഴിയും കൊടുക്കണ്ട, വാഴക്കൊലയും കൊടുക്കണ്ട, ഏത്തക്കൊലയും കൊടുക്കണ്ട, മീനും കൊടുക്കണ്ട, ഇറച്ചിയും കൊടുക്കണ്ട, പൈസയൊന്നും കൊണ്ട് യേശുവിന് കൊടുക്കണ്ട, മെഴുകുതിരിയും കൊണ്ട് കൊടുക്കണ്ട, എണ്ണയും കൊടുക്കണ്ട, വസ്തുവും കൊടുക്കണ്ട. കർത്താവിന് 5 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞ പുള്ളി ഗതികേട് കിടക്കുകയില്ലയോ? ഇതൊന്നും കൊടുക്കണ്ട. യേശുവിന് ഇതിൻ്റെ ആവശ്യമില്ല. നിന്നെ അങ്ങ് കൊടുത്താൽ മതി. കർത്താവ് എൻ്റെ കയ്യിലൊന്നും തരാനില്ല, എന്നെ അങ്ങ് തരിക മതി. അതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഈ ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് വേണ്ട. ഒന്നും വേണ്ട. നമ്മളെ മതി. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പൈസ മുടക്കൊന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ ഉപേക്ഷിക്കരുത്. മതി. ദൈവം നിന്നെ രക്ഷിക്കും. രക്ഷിപ്പാൻ കഴിവുള്ളവനാ യേശുക്രിസ്തു. അങ്ങനെ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവര് അടുത്തത് സ്നാനപ്പെടണം. ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാരാന്നാ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എഴുതിയ കാര്യമാണ് ഞാനീ പറയുന്നത്. രക്ഷാനിർണയം പ്രാപിക്കണം. രക്ഷാനിർണയത്തിന് മുമ്പ് മാനസാന്തരം. പഴയ ദുശീലങ്ങളെല്ലാം വിട്ടു. കള്ളു കുടിക്കുന്നവര് കള്ളുകൂട് നിർത്തി, പുകവലിക്കുന്നവര് നിർത്തി, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, പാപവഴികളൊക്കെ വിടുന്നവര് അത് ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ രക്ഷിതാവായി സ്വീകരിച്ച ആൾക്കാർക്ക് അടുത്ത നടപടിയാ സ്നാനപ്പെടണം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. വായിച്ചോ മോളെ, മത്തായി 28:18 മുതൽ വായിച്ചു.
ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യമുള്ളവരെന്നാ. വായിച്ചു. യേശു അടുത്തു ചെന്നു. യേശു നേരിട്ട് പറഞ്ഞതാ, അല്ലാതെ ആരെയും വിട്ടു പറയിപ്പിച്ചതല്ല. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അങ്ങനെ ആ സ്നാനം യേശു നാമത്തിൽ പോയി മുങ്ങരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ. യേശുവിന്റെ അപ്പുറം കയറി പഠിപ്പിക്കേണ്ട. യേശു പഠിപ്പിച്ചു. ഇതാ യേശുവിനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം യേശുവിനൊരു ബൈബിൾ ക്ലാസ് അരമണിക്കൂർ. യേശുവിനെ ആരും പഠിപ്പിക്കേണ്ട. കർത്താവ് ഡയറക്റ്റ് പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം. ഇത് പ്രമാണിക്കണം. 3 പ്രധാനപ്പെട്ട 3 അഭിഷേകം പ്രാപിക്കണം. ആ പദം പറയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. ഞാൻ തർക്കിക്കാനും വാദിക്കാനും ഒന്നുമില്ല. ആത്മസ്നാനം പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. യേശു പറഞ്ഞു വെച്ചാൽ ഇത് പ്രാപിക്കണമെന്ന്. വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1:4 വായിച്ചു. പെട്ടെന്ന് വായിച്ചു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് അവരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. പിന്നെ യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു. പിന്നെ നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഇത് പ്രാപിച്ചിരിക്കണം. അവര് ഈ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. 2:1 മുതൽ വായിച്ചോ മോളെ. അപ്പോസ്തലപ്രവൃത്തി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. പിന്നെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പിന്നെ അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഇത് അത്യാവശ്യമായിട്ട് ഇത് പ്രാപിക്കണം. മനസ്സിലായോ? പ്രാപിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട കൽപ്പനകൾ. ഇനിയും ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇത് തന്നെ പറഞ്ഞപ്പോൾ മുഖമെല്ലാം വല്ലാതായി. ഉണ്ടായിരുന്ന ഉണർവൂടെ പോയി. ഇപ്പൊ ചെല്ലി എനിക്ക് എഴുന്നേറ്റ് അങ്ങ് പോയാൽ എന്നാണ്. അപ്പൊ അടുത്തിരിക്കുന്ന ആൾ പറയും പോകരുത്, അയാൾക്ക് ബോധമുള്ളവനല്ല, വല്ലതും വിളിച്ചു പോവും. അതുകൊണ്ട് അയാലും വന്നു പോയി ഇരുന്ന് കേട്ടേച്ചിനി. അയാൾക്ക് വെളുപ്പും വെള്ളിയാഴ്ച ഉള്ളവനല്ല, അയാൾക്ക് ആരെയും അങ്ങനെ മനസ്സിലാകുന്നവനല്ല. മൈക്ക് കൂടെ വല്ലതും വിളിച്ച് പറഞ്ഞാൽ നമുക്ക് പിന്നെ നാണക്കേട്. അതുകൊണ്ട് ഏതായാലും വന്നു പോയി. 9:30 10:30 കേട്ടേച്ച് പോകാം. അല്ലെ, ഇതിപ്പോ കണ്ടിട്ട് അങ്ങനെ. സ്തോത്രം. എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. അതുകൊണ്ട് തീർന്നില്ല, വേർപാട് പാലിക്കണം. ഇതാ ഇതിന്റെ പ്രമാണം, വേർപാട്. വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6:14 മുതൽ താഴോട്ട് വായിച്ചോ സുബി. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. ഇതെങ്ങനെ ചേരും? പിന്നെ വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ കൂട്ടായ്മ. പിന്നെ ക്രിസ്തുവിനും ബലിയാനും തമ്മിൽ എന്തോ ഒരു പൊരുത്തം. പിന്നെ അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്തോ ഓഹരിയാ. പിന്നെ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. അടുത്ത വാക്യം. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അടുത്തത്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് ആരുടെ നടുവിൽ നിന്ന് മറ്റുള്ള പ്രമാണമില്ലാത്ത, പ്രമാണം കാക്കാത്ത, പ്രമാണം അനുഷ്ഠിക്കാത്ത മറ്റുള്ളവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവരോട് മിണ്ടരുതെന്നോ സഹകരിക്കരുതെന്നോ അവർ ഇങ്ങോട്ട് നടന്നിരുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കി പോണമെന്നല്ല. നീ കാനയ്ക്കകത്ത് പോവും. മിണ്ടരുതെന്നോ
സ്നേഹാന്വേഷണങ്ങൾ, കുശലാന്വേഷണം നടത്തരുതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, മാമൂലുകൾ അത് പാടില്ല. നീ ദൈവവൈതല. അവരുടെ നടുവിൽ മാതൃകയോടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണം. മനസ്സിലായോ? അതാ വേർപാട്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, വിഷയമല്ലാത്തതുകൊണ്ടാണ് വേർപാട്. പിന്നെ തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങണം. ഈ പ്രമാണങ്ങൾ അക്ഷരം പ്രതി പ്രസംഗിക്കുന്ന ഞാനും, വായിക്കുന്ന സുബിയും, കേൾക്കുന്ന നിങ്ങളും, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരും, പാട്ടുകാരും, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരും, ഇവിടെ കേൾവിക്കാരും എല്ലാവരും അനുസരിക്കണം. അനുസരിച്ച ഭാഗ്യമാണ്. സ്തോത്രം. ഇതാണ് വേദപുസ്തകത്തിലെ പ്രമാണം. നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായോ? ഇല്ല. എന്തോ ആയി? മനസ്സിലായിട്ട് എന്തോ ആയി? ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സത്യവേദ പുസ്തകം ഇത് ദൈവത്തിന്റെ വചനമാണ്. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന മഹത്തായ പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ഇതിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ മൊത്തം 66 പുസ്തകം. ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പലർക്കും ഇത് അറിയാം. എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്ക് ഇപ്പോൾ ഒരു ഇരിപ്പ് കണ്ടിട്ട് ഡൗട്ടുണ്ട്. എന്നാലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിനാ. ഇത് അറിയാത്ത ആരെങ്കിലും നമ്മെ കേൾക്കുന്നെങ്കിൽ അവരറിയണം ഇവരെന്തുവായി പറയുന്നത്, എന്തുവായി സംസാരിക്കുന്നത്, അത് അവരറിയണം. അതിനാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം സത്യവേദ പുസ്തകം. ഇതിനകത്തെ കാര്യമെല്ലാം സത്യമായ കാര്യമാണ്. ഹൈന്ദവരായ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കറിയാം, രാമായണത്തെ കാണ്ഡങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അയോധ്യാകാന്ഡം, ബാലകാന്ഡം, സിദ്ധകാന്ഡം, കിഷ്കിന്ധകാന്ഡം, ഇങ്ങനെ കാണ്ഡങ്ങളായിട്ട്. മഹാഭാരതത്തെ പർവ്വങ്ങളായിട്ടാണ്, ദ്രോണപർവം, ഭീഷ്മപർവം, ഇങ്ങനെ പർവ്വങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഭഗവത്ഗീത യോഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അർജുന വിഷാദ യോഗം, സാംഖ്യയോഗം, ഗുണയോഗം, കർമ്മയോഗം, യോഗഭാഗം. ഈ സത്യവേദ സുബി പറ, മൈക്കിക്കൂടെ പറ, അറിയാവുന്നിടത്തോളം പറ, എന്നിട്ട് നിർത്തി കഴിയുമ്പോൾ അടുത്ത ആള് പറയും ബാക്കി. പറ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യാവ്, എസ്തർ, ഇയ്യോബ്. ഇവിടെയിലോട്ട് കൊടുത്ത് ചോദിക്കട്ടെ. മോള് ബാക്കി പറയാ. അറിയാമോ? പറഞ്ഞു. മോളും പറഞ്ഞു. എസ്രാ, നെഹമ്യാവ് മോക്കറിയാം. എന്നാലും ആട്ടെ, നിങ്ങൾ യോഗത്തിന് വന്നിരിക്കുന്നില്ല. ബാക്കി പറയാവോ? വന്ന് മുന്നേ ഇരിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. ഇപ്പൊ ചിന്തിക്കുക. ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ പുസ്തകക്രമം. അറിയാമോ? അപ്പം മിക്കവർക്കും ഇത് വലിയ ഒന്ന് തുടങ്ങണം. മര പറഞ്ഞല്ലേ കൊടിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പുസ്തകക്രമം പഠിപ്പിക്കാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇങ്ങനെ വിളിച്ചത് പ്രസംഗിക്കാനാ? പ്രസംഗിച്ചേച്ച് വീട്ടിൽ പോക്കണം. അതാ ചിലരുടെ ഉള്ളത്തിൽ ഇപ്പൊ ഉദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട്. പുസ്തകത്തിന്റെ വിശേഷത എല്ലാ തിരുവെടുത്തും ദൈവശ്വാസിയാണ്. സ്തോത്രം. സശ്രദ്ധം ഇതിലെ 68-ാം സംഘം വന്നിരിക്കട്ടെ.
നിന്റെ എഴുന്നള്ളത്തെ കണ്ട്, ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. അടുത്തത് സംഗീതക്കാര് മുമ്പിൽ നടന്നു. ഇവിടെ പാട്ട് പാടിയത് ആരാ? നമ്മുടെ പേര് സ്നേഹം തമ്പി, നല്ല പേരാണല്ലോ. അപ്പം പാട്ട് പാടുമ്പോൾ സ്നേഹം തമ്പിയുടെ ശബ്ദമായിരിക്കണം മേളിൽ നിൽക്കേണ്ടത്. വേദപുസ്തക പ്രമാണമാണ്. നമ്മുടെ പേര് ഞാൻ മറന്നുപോയി. രതീഷ്, സാമ കൈകാര്യം ചെയ്യുന്ന ഓർഗന്റെ ശബ്ദവും രതീഷ് അതിന് പാടുന്നില്ലേ പറഞ്ഞേ? പാട് അല്ലേ? തെറ്റിക്കാണ്. ഞാനൊരു തരത്തിലാണ് ഒപ്പിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ ജീവിത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും രാത്രി ഈ പന്തലിൽ വന്നിട്ടുണ്ടെങ്കിൽ, സമീപ ഭവനങ്ങളിലോ വഴിത്തലക്കിൽ നിന്ന് കേൾക്കുന്നെങ്കിൽ, ഈ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ കയ്പുകൾ മാറ്റി ജീവിതത്തെ മധുരപൂർണമാക്കി തീർക്കുവാൻ കഴിവുള്ളതാ ദൈവവചനം. മുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീ, നിൻ മധുരാമൃത വചനം കിന്നതയാകവെ പോക്കും, നിൻ മധുരാമൃത വചനം കിന്നതയാകവെ പോക്കും. സ്നേഹം തമ്മിക്ക് ഈ പാട്ട് അറിയത്തില്ലേ? ഓ, ഇടയ്ക്ക് ഞാൻ അറിയാവുന്ന പാട്ട് പാടുമ്പോ ഒന്ന് സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വചനം തേനിലും തെൻകെട്ടെങ്കിലും മധുരമുള്ള തിരുവചനമാണ്. ഇത് അണ്ണാക്കിന് മധുരമാണ്. ഞാൻ എൻ്റെ ശൈലി പറയാം. ഡോക്ടർമാർ ചിലപ്പോൾ വിധി എഴുതി കാണും തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. ആയിക്കോട്ടെ, പക്ഷേ ഈ വചനം നീ കേട്ടാൽ നിന്റെ ക്യാൻസറിന്റെ അണുക്കളെ മാറ്റി നിന്റെ അണ്ണാക്കിന് മധുരം തരുന്നത് ആ ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോ പറയൊരു മുഴയുണ്ട്, ഇത് ബയോസിക്ക് അയക്കണമെന്നൊക്കെ പറഞ്ഞു കാണും. അതൊക്കെ അത് പഠിച്ചവരങ്ങനെ ചെയ്യട്ടെ. പക്ഷേ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, അഥവാ നിന്റെ തൊണ്ടയ്ക്ക് ഒരു ക്യാൻസറോ പ്രയാസമോ അതിന്റെ വടുക്കളോ ആരംഭമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ദൈവത്തിന്റെ വചനം ഒന്ന് വായിച്ച് ധ്യാനിച്ചാൽ ഈ വചനം നിന്റെ അണ്ണാക്കിന് മധുരമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ രക്തത്തിനകത്ത്, ധമനിക്കകത്ത്, അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത് ആമേൻ സ്തോത്രം കുടുങ്ങിയിരിക്കുന്ന രോഗത്തെയും രോഗാണുക്കളെയും, നിന്റെ മജ്ജയ്ക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗത്തെയും രോഗാണുക്കളെ ഉരുക്കി മാറ്റി നിന്നെ സൗഖ്യം തരുവാൻ കഴിവുള്ളതാ ദൈവത്തിന്റെ വചനം. ഒരുപക്ഷെ സമീപ സ്ഥലത്തോ ദൂരത്തോ ഭവനങ്ങളിലോ ഒക്കെ ഇരുന്ന് കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി പറയട്ടെ, ഈ വചനം കടന്നു വന്ന് നിന്നെ സൗഖ്യമാക്കും. ഇത് അതിവേഗത്തിലോടുന്ന വചനമാണ്. നിന്നെ സൗഖ്യമാക്കുന്ന വചനം, രക്ഷിക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ സൗഖ്യത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തീരാത്ത പാപം യാതികയും മറത്തയല്ല ബലഹീനമോ, തീരാത്ത പാപം വ്യാധി മറത്തയല്ല ബലഹീനമോ, ഓരോ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയതൻ അടിപ്പിണരാൽ വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. നീ നല്ല ശ്രദ്ധിക്കുക, ഈ വചനം അതിവേഗത്തിൽ ഓടുന്നതിന് വചനമാണ്, അണ്ണാക്കിന് മധുരമാണ്. അങ്ങനെയുള്ള ഈ 66 പുസ്തകത്തിലെ തിരുവചനം ഇത് ശ്രദ്ധയോടെ വായിച്ച് കേൾക്കുന്നവർക്കല്ല അനുഗ്രഹമാണ്. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല അധികം ആ ഭാഗം. അപ്പോൾ ഈ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ഇത് എടുക്കാനിടയായത് തന്നെ വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഇത് നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇപ്പം നമ്മുടെ ഇടയിലും ആൾക്കാർക്ക് ഇത് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ വലിയ ഔട്ട് ഓഫ് ഫാഷൻ. അതുകൊണ്ട്
പ്രസംഗത്തിന് നിൽക്കുമ്പം ബൈബിളല്ല പലരും ഉപയോഗിക്കുന്നത്. അതാ മൊബൈൽ ചീത്തയാന്ന് പറഞ്ഞതിൽ മൊബൈൽ നല്ലതാ, പാട് നല്ലതാണ്, കമ്പ്യൂട്ടറും നല്ലതാ, എല്ലാം നല്ലതാ, എല്ലാം നല്ല എന്തുവാ ചീത്തയുള്ളത്, എല്ലാം നല്ലതാ. പക്ഷെ ആ നല്ല രീതി വിനിയോഗിക്കണം. ഉപയോഗം തെറ്റുമ്പോഴാണ് ഇത് ചീത്തയാകുന്നത്. കറണ്ട് നല്ലതാ, അതിനകത്തോട്ട് കൈ കുത്തി കയറ്റിയാലോ, കറണ്ട് നല്ലതാ. സ്വിച്ച് ബോർഡിലൊക്കെ ഇട്ട് കൈ കയറ്റിയാലോ. എന്നിട്ട് പറയാ കറണ്ട് പോലെ നാശമുള്ളത്. കറണ്ട് നല്ലതാ. കറണ്ടുള്ളത് കൊണ്ടല്ലേ ഞാനും അധികം ശബ്ദമെടുക്കാതെ പറയുന്നത്. ഈ വെട്ടവും വെളിച്ചവും ഇവർ വായിക്കുന്നതൊക്കെ പുറത്തുള്ളവർ കേൾക്കുന്ന കറണ്ട് നല്ലതായതുകൊണ്ടാണ്. സ്തോത്രം. നിങ്ങളും വെട്ടത്തിൽ ഇരിക്കുന്നത് കറണ്ട് ഉള്ളത് കൊണ്ടല്ലേ. അത് ഉപയോഗിക്കേണ്ട രീതി എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എല്ലാം നല്ലതാ, ചെയ്യേണ്ട വിധത്തിലൊന്ന് ചെയ്തേ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഈ തിരുവചനം എടുത്ത് നിൽക്കുന്നതായ ഏറ്റവും ശ്രേഷ്ഠം, ഇതിൽ നിന്ന് വായിക്കുന്നതായ ഏറ്റവും ശ്രേഷ്ഠം. മൊബൈലിൽ വാക്യം മാത്രമല്ലല്ലോ, വേറെ എന്തെല്ലാം കിടക്കുന്നു അന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം ആട്ടെ. ഇപ്പം ഞാൻ ചിലയിടങ്ങളിൽ ചില സദസ്സുകളിൽ കുറ്റം പറയല്ല. ചിലരുണ്ട് ഇവർ മാന്യമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് സഹകരിക്കുന്നു. ചിലർ ഗാന ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മൊബൈലിൽ കളിയാണ്. ഞാൻ ശ്രദ്ധിച്ചവർ മാന്യമായിട്ടിരിക്കുക, മൊബൈലൊന്നും എടുക്കുന്നില്ല. മറ്റവർ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ കളി, അങ്ങോട്ട് മെസ്സേജ് വിടുന്നു, ഇങ്ങോട്ട് വിടുന്നു, അപ്പിടി ഇപ്പിടിയൊക്കെ പറഞ്ഞ് ഇതൊന്നും ഒരു നല്ല നടപടിക്രമമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. 2 മണിക്കൂറേ നമ്മൾ ദൈവത്തിന്, അല്ലെ 3 മണിക്കൂർ ഇരിക്കുന്നിടത്തോളം ഏകാഗ്രതയോടിരിക്കണം. ഈ വചനം വായിച്ച് ധ്യാനിക്കണം. ഇത് അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. അപ്പോൾ ഇത് എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. അവരുടെ സന്തതിക്കും ദോഷം വന്നില്ല. അവരുടെ കുടുംബത്തിനൊരു ദോഷം വരുത്തുമില്ല. ഈ പുസ്തകം കയ്യിലെടുത്തത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാണ്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ ഒരാളേ ഉള്ളൂ, നസറയനാകുന്ന യേശുക്രിസ്തു. എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും യോഗ്യൻ, എല്ലാവരെക്കാളും ഉന്നതനാകുന്ന നസറയനാകുന്ന യേശുക്രിസ്തു. ആട്ടെ, ഭാഗം അധികം വിവരിക്കുന്നതിന് അങ്ങനെയുള്ള 66 പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. നിങ്ങൾക്ക് ദൈവമക്കൾക്ക് ഇതിലെ വിഷയങ്ങളെല്ലാം അറിയാം. എബ്രായ ലേഖനം ധന്യനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ ഞാൻ ഓർപ്പിച്ചല്ലോ, കർത്താവാകുന്ന യേശുക്രിസ്തു. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് ഓരോ അധ്യായത്തിലും പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു യാഗാദി കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ആ ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. 2-3 പേർ അവിടുത്തെ തിരുനാമത്തിൽ എവിടെ കൂടിയാലും നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസറയനാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രിയും നമ്മുടെ നടുവിലുണ്ട്. എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ തേടി പോകണ്ട, നിന്റെ അടുക്ക ദൈവം വരുമെന്ന്. ദൈവത്തെ തേടി നീ കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും ഒന്നും പോകണ്ട. അവൻ നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ അടുക്കൽ വരുന്നവനായ യേശു. അങ്ങനെയാണല്ലോ പുതിയ നിയമത്തിലെ വാക്യമല്ല. യേശു അടുത്ത് ചെന്നു, യേശു ചേർന്ന് നടന്നു, യേശു ചേർന്ന് നിന്നു, യേശു അടുത്ത് വരുന്നവനാ. ഇന്ന് രാത്രി ദൈവത്തെ തപ്പി എങ്ങോട്ട് നീ പോകണ്ട, നിന്റെ അടുക്ക വരുന്നവനാ ദൈവം. കാരണം ദൈവത്തിന്റെ വിശേഷത അവിടുന്ന് ജീവിക്കുന്ന ദൈവമാ. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രേഷ്ഠനാകുന്ന ആ ഉന്നതനാകുന്ന വ്യക്തിത്വമാണ് യേശുക്രിസ്തു. ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഒരുവൻ ഉലകത്തിലില്ല. എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. ഇല്ലേ? ഇല്ലേ? സമ്മതിക്കുകയല്ല. ഉണ്ട്. ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും ഉണ്ട്. എനിക്കാന്ന് ഒത്തിരി കുഴപ്പം. ഇപ്പൊ തന്നെ നിൽക്കാൻ മേല, കുഴപ്പമല്ലേ? കാല് നീര് വെച്ചിരിക്കുന്നു, കുഴപ്പമല്ലേ? അതെ. വേറൊരു തള്ള ഇന്നാളെ പറഞ്ഞ് ശബ്ദം കൊള്ളുകയല്ല, പാറപ്പുറത്ത് ചിരട്ട ഇട്ടൊരയ്ക്കും പോലാന്ന്. ഉണ്ടോ? സത്യമാന്നേ, കൊള്ളുകയല്ല. പക്ഷെ നീ എന്തുവാ പറയുന്നത്? മോളെ
എടി നീ എന്തുവാ പറയുന്നത്? എന്നെ അവളോട് പറഞ്ഞു എന്തുവാ നീ അവളോട് എന്തുവാ പറഞ്ഞു? നീ ഇങ്ങോട്ട്, നീ കുപ്പിയായിട്ടിരിക്കുന്നത് ഇങ്ങോട്ട് നേരെ ഇരിക്കും. നീ മുമ്പേ വെള്ളം കുടിച്ചതല്ലേ, ഇനിയും വെള്ളം കുടിക്കുന്നു. എന്നാ കുപ്പി ഇവിടയിലോട്ട് കൊടുക്കും. ഇല്ല, നീ കുപ്പി ഇട്ട് പിന്നെയും കുലുക്കും. ഇങ്ങോട്ട് കൊടുക്കും. കുപ്പി ഇങ്ങോട്ട് കൊടുത്തു. വെള്ളം വേണ്ടപ്പോൾ അവൾ തരും കേട്ടോ. എന്നിട്ട് എന്നെ നോക്കിയിരി. ഇതെല്ലാം കാര്യം ഞാൻ ശ്രദ്ധിച്ചാ പ്രസംഗിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, കുഞ്ഞുങ്ങളുമൊക്കെ ഇത് കേൾക്കണം, മക്കളിത് കേൾക്കണം. യേശു രക്ഷകൻ കേട്ടോ, യേശു ദൈവം, യേശു ക്രിസ്തു രക്ഷിക്കും, യേശു ക്രിസ്തു വിടുവിക്കും, നിങ്ങളുടെ ഭാവിയെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. അപ്പൊ ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങൾക്ക് ഒരു ദോഷവും വരികയല്ല കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരുടെ സേട്ടനാണ് യേശു ക്രിസ്തു. അവനൊപ്പം പറയാ, അവൻ ആരാധ്യനാരുമില്ല, അവൻ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000-ങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അപ്പൊ യേശു ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠൻ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മാത്രം ദൈവമല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയാം, കത്തോലിക്കന്റെ കുത്തകയല്ല ക്രിസ്തു. യേശു ഞങ്ങളുടെയാണ്, ഞങ്ങൾ യേശുവിനെ ഇവിടെ ഇവർ വെച്ചിരിക്കുകയാണ്, ഇതിലാരും തുടരുത്, ഇത് ഞങ്ങളുടെ യേശു ആണ്. അല്ലല്ല, കത്തോലിക്കന്റെ കുത്തകയല്ല യേശു. യാക്കോബായ, മാർത്തോമ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കൻ ഉണ്ടല്ലോ, പിന്നെ CNI, പിന്നെ എന്തുവാ സാൽവേഷൻ ആർമി, അങ്ങനെ പല, പെന്തിക്കോസ്, ബ്രദറുകാര്, ഇങ്ങനെ പല വിഭാഗമുണ്ട്. ഇവരുടെ ആരുടെയും കുടുംബ സ്വത്തല്ല ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗവന്റെ എല്ലാം ദൈവമായ യേശു അല്ലല്ല. വെളുത്തിരിക്കുന്നവന്റെ എല്ലാം ദൈവമാ യേശു അല്ല. ഇരുനിറമുള്ളതിന്റെ എല്ലാമാ യേശു അല്ലല്ല. വിളറിയതിന്റെ എല്ലാമാ യേശു അല്ലല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഒരു വിഭാഗത്തിന്റെ, മതത്തിന്റെ, സംഘടനയുടെ ആളല്ല ക്രിസ്തു. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും, ആമേൻ, ധനവാനും ദരിദ്രനും, കഴിവുള്ളവനും കഴിവില്ലാത്തവനും, ആമേൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ആർക്കേത് സമയത്തും യേശുവിന്റെ അടുക്ക വരാം. എന്നാൽ മറ്റുള്ള വ്യക്തികളുടെ അടുക്കൽ എപ്പോഴും നമുക്ക് ചെല്ലാൻ ഒക്കത്തില്ല, എല്ലാവർക്കും ചെല്ലാനും ഒക്കത്തില്ല. എന്തിനേറെ കാര്യം പറഞ്ഞൊരു, ഇപ്പം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ നിങ്ങൾക്ക് എപ്പോഴും ഒക്കുവോ? എനിക്ക് കാണണമെന്നും പറഞ്ഞ് അവിടെ ചെന്നാൽ കയറ്റുവോ? ഒക്കത്തില്ല. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ, എനിക്ക് മോദിയെ ഒന്ന് കാണാൻ ഞാൻ അങ്ങോട്ട് പോവുക, അങ്ങോട്ട് കയറ്റുവോ? ഇല്ല. എപ്പോഴും കാണാനൊക്കത്തില്ല, എല്ലാവർക്കും കാണാനൊക്കത്തില്ല, എല്ലാവർക്കും അടുത്ത് ചെല്ലാനൊക്കത്തില്ല. അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനൊക്കത്തില്ല എപ്പോഴും എല്ലാവർക്കും. ഞാൻ നാളെ കഴിഞ്ഞ് വൈറ്റ് ഹൗസ് വരുന്നു, പുള്ളിയെ കണ്ടിച്ചിട്ട് കാര്യം പറഞ്ഞേച്ച് ഇനി ആ ഏരിയയിൽ കയറ്റിയല്ല. സ്തോത്രം. എന്തിനാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലൊരു ഓഫീസിലോട്ട് ചെന്നിട്ട് മെയിൻ ആളിനെ കാണാൻ, മാനേരെ കാണിക്കുക. നമ്മൾ കാച്ചുകൂടെ കണ്ട് പമ്മിയ അത്യാവശ്യം ഇന്ന് കാണാനൊക്കത്തില്ല. എന്നാൽ യേശുവിനെ എല്ലാവർക്കും യേശുവിൻ്റെ അടുക്ക ചെല്ലാം. ആർക്കും ചെല്ലാം. കൊച്ചു പെൺപിള്ളേർക്കും ചെല്ലാം, യൗവനക്കാർക്കും ചെല്ലാം, പിതാവിനും ചെല്ലാം, മാതാവിനും ചെല്ലാം, യൗവനക്കാരിക്കും ചെല്ലാം, പുരുഷനും ചെല്ലാം, സ്ത്രീക്കും ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം യേശുവിൻ്റെ അടുക്കൽ. അതെ, യേശു തിങ്കളാഴ്ച മാത്രം മുഖം കാണിക്കുകയുള്ളൂ, ചൊവ്വാഴ്ച എപ്പോഴേക്ക് ഇരിപ്പോട്ട, അങ്ങനൊന്നുമല്ല. ആർക്ക് ഏത് സമയത്തും യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം. യേശു മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. അതിന് തബല വായിക്കണ്ട.
എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുക നിമിത്തം എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുക നിമിത്തം എല്ലാ കാര്യവും യേശുവിന്റെ അടുക്കൽ ചെന്ന് ചൊല്ലണം. ഏത് സമയത്തും ചെല്ലാം, ആർക്കും ചെല്ലാം, ഏത് നേരത്തും ചെല്ലാം, എല്ലാവർക്കും ചെല്ലുവാനും അടുക്ക ചെല്ലുവാനും കാര്യങ്ങൾ പറയുവാനും അറിയിക്കുവാനും അവൻ സ്തോത്രം യോഗ്യനായിട്ട് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഒരു സംഘടനയുടെ ഒരു സമൂഹത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. മനുഷ്യനാ ജാതിയും വർഗവും മരണമെല്ലാം ഒപ്പിച്ചു വെച്ചേക്കുന്നത് മനുഷ്യനാ. മുഖത്തിൽ നിന്ന് ജനിച്ചവര്, ഇവിടുന്ന് ജനിച്ചവര്, ഇവിടുന്ന് വന്നവര്, പാദത്തിൽ നിന്ന് വന്നവര്, എന്തെല്ലാം കുരുക്കൊപ്പിച്ച് വെച്ചേക്കുക. മുഖത്തിൽ നിന്ന് വന്നവൻ പാദത്തിൽ നിന്ന് വന്നവനെ ഇഷ്ടമല്ല, അവൻ കാലുമടക്കി അടിക്കുക. ഇപ്പോക്കത്തില്ല, നേരത്തെ മുഖത്തിൽ നിന്ന് വന്നവനെ. ആരുടെ മുഖമാണ് ഇവിടുത്തെ മുഖമാണെന്ന് എന്നോട് ചോദിക്കരുത്. മുഖത്തിൽ നിന്ന് വന്നവർക്ക് പാദത്തിൽ നിന്ന് വന്നവനെ ഇഷ്ടമല്ല, കാലുമടക്കി അടിക്കുക. മുഖത്തിൽ നിന്ന് വന്നവൻ വരുമ്പം പാദത്തിന്റെ അവിടെ നിന്ന് വന്നവനെല്ലാം ഓടിക്കോണം. ഒന്ന് കനാലിൽ ചാടുവോ, പോളക്കകത്ത് ചാടുവോ. അയിത്തമേ വഴി കൂടെ നടക്കാൻ മേല, പട്ടിക്ക് നടക്കാൻ, മനുഷ്യന് നടക്കാൻ മേല. ഇപ്പോഴല്ല, ഒരു 100 കൊല്ലം മുമ്പേ കേരളത്തിൽ പട്ടിക്ക് നടക്കാൻ വഴി കൂടെ, മനുഷ്യന് നടക്കാൻ മേല. പട്ടി നടന്ന എന്നാണ് പട്ടി ഇതിലേ നടക്കുന്നെന്ന് വേറൊരു പട്ടി ചോദിക്കത്തുമില്ല. എന്നാൽ മനുഷ്യൻ നടന്നാൽ ചോദിക്കും, എന്താ ഇതിലെ? അപ്പം ശബ്ദമൊക്കെ ഉണ്ടാകും, ഹോയ് 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 എന്ന്. ഇപ്പം നീ എങ്ങാനും കോയ് കോയ് പറഞ്ഞാൽ പിള്ളേർ തന്നെ ഒറ്റയടിക്ക് കനാലിൽ കളയും. ഹോയ് പറഞ്ഞ് കിടന്നാൽ അതിനുള്ള മൂച്ചുള്ള പിള്ളേർ ഇപ്പോൾ ഉണ്ട്. പണ്ട് പേടിച്ച് നടക്കുക. അയിത്തവേ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പോൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടാ അയിത്തമുള്ള കാലം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയല്ല, വസ്ത്രം ധരിക്കാനൊക്കത്തില്ല, വഴി കൂടെ നടക്കാനൊക്കത്തില്ല, പള്ളിക്കുടുത്ത് കയറ്റുകയല്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. അയ്യോ, വലിയ വലിയ വീടുകളും മണിമാളികളും ഒക്കെ പണിത് കൂലി കൊടുത്തല്ലെന്ന്. ഇപ്പോഴല്ല, പണ്ട്. പിന്നെ ആകെ കൂടെ കൊടുക്കുന്ന ഇച്ചിരി ചാപ്പാട് കൊടുക്കുക, അങ്ങ് പണിയുക. നേരം തമ്പുരാക്കന്മാർക്ക് പണിത് ഊപ്പാട് വരിക. കൊടുക്കുന്ന ഇച്ചിരി ഞങ്ങളുടെ നാട്ടിലെ കണക്കാ കൂലിയാന്നല്ലേ. പഴയ ആൾക്കാർക്ക് അറിയാം ഇത്ര കൂലിയാനെന്ന്. കൂലിയാന്നെല്ല് കൊടുക്കും, അല്ല ശമ്പളം ഒന്നും കൊടുക്കുക. ശമ്പളം ചോദിച്ച് അങ്ങോട്ട് എല്ലാനും അയ്യോ ഇല്ല, അവിടെ ഇങ്ങനെ ആൾക്കാരെ നിർത്തിയിരിക്കല്ലോ തല്ലാൻ തന്നെ. തമ്പുരാക്കന്മാർക്കുണ്ട് ശിങ്കിടികൾ. തമ്പുരാനെ ഞാൻ ജോലി ചെയ്തതിൻ്റെ കൂലി തന്ന പറഞ്ഞാൽ അന്നേരം നിന്നെ അടിച്ച് തകർക്കുക. ചോദിക്കാനൊക്കെ തന്നെ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ.
പഞ്ചസാര വാക്കുരച്ച് ഉള്ളിലെ വിഷം നിറച്ച് പഞ്ചസാര വാക്കുരച്ച് വഞ്ചനക ചെയ്യുമെന്നു ശരിയോ തെറ്റോ? ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുമതും ശരിയോ തെറ്റോ? ഇത് ശരിയോ തെറ്റോ? അപ്പോൾ ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. തമ്പുരാക്കന്മാരുടെ വീട്ടിലൊന്നും കയറ്റുകയല്ല, മുറ്റത്ത് കയറാനൊക്കത്തില്ല. അഥവാ ചിലക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ അപ്പച്ചന്മാർക്കൊക്കെ അനുഭവം കാണും. പഴയ ആൾക്കാർക്ക് മുറ്റത്ത് കുഴി കുത്തി ഇല കോട്ടി അതിനകത്തൊക്കെയാണ് കൊടുക്കുന്നത്. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. ചാന്നാർ ലഹള തിരുവനന്തപുരക്കാർക്ക് അറിയാമല്ലോ. ചാന്നാർ ലഹള, മാറുമറയ്ക്കൽ സമരം. പഴയ അമ്മമാർക്ക്, പ്രായമുള്ള അമ്മമാർക്ക് മാറുമറയ്ക്കാനൊക്കത്തില്ല, ഉത്തരീയ ഇടാനൊക്കത്തില്ല, അനുവദിക്കത്തില്ല. ലഹള എന്നതറിവില്ല ചാത്തന്, എട്ടമെന്നതറിവില്ല ചാത്തന്, യക്ഷിയും പേയും ഈ. അപ്പോൾ അത് പറയാനാ ഞാൻ ഈ വന്നത്. യേശുക്രിസ്തുവിനെ അറിഞ്ഞ മിഷണറിമാര് വന്ന് അക്ഷരം പഠിക്കുവാൻ അനുവദിച്ച പാവത്തങ്ങളെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അക്ഷരം പഠിപ്പിച്ചു. പള്ളിയോട് ചേർത്ത് പള്ളിക്കൂടം, അങ്ങനെ ആ പള്ളിക്കൂടം അക്ഷരം എഴുതി പഠിപ്പിച്ചു. അക്ഷരം പഠിപ്പിച്ചപ്പോൾ വിവരം ഉണ്ടായി. അതുകൊണ്ടാ ഗുരുസ്വാമി പിന്നെ പറഞ്ഞല്ലോ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, സംഘടന കൊണ്ട് ശക്തരാകണം. നിങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ളതാണോ അതോ ലണ്ടനിൽ നിന്ന് വന്നതാണോ? ഇരിപ്പ് കണ്ടിട്ടാ. അപ്പോൾ പള്ളിക്കൂടത്ത് കയറ്റുകയല്ല, അക്ഷരം പഠിക്കുവാൻ അനുവദിക്കുകയല്ല. തന്നെയല്ല, സാധുക്കളെ കൊണ്ടായി വലിയ മണിമാളികകളൊക്കെ പണിതത്. അതെ, കൂലി കൊടുക്കുകയല്ല, അങ്ങ് പണിയുക. ഇതുങ്ങളെ ഇട്ട് അന്ന് പണിയുമ്പോൾ ഇട്ട് പണിതെല്ലാം വലിയ വലിയ മേടകളെല്ലാം പണിത് ഉയർത്തി. ഒരു വരിയുണ്ട്, കേശവശാസ്ത്രി എഴുതിയ ഒരു വരിയാ. ഞാൻ അല്പം വ്യത്യാസപ്പെടുത്തി ആ പാടുന്നത്. പാട്ടറിയാവുന്നൊരു ചിലപ്പോൾ പറയും അതങ്ങനല്ല പാസ് തെറ്റിച്ചാ പാടിയത് എന്ന് നിങ്ങൾ പറയും. എന്നാലും ഇപ്പൊ അതേ ഒക്കുവുള്ളു, ഒരു ചെറിയ ഭേദഗതി വരുത്തിയേ ഒക്കുവുള്ളു. ആ വരി കേശവശാസ്ത്രി എഴുതിയ വരിയാ. സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സൗദങ്ങളും മാളികയും സമ്പത്തുമെല്ലാം, സൗദങ്ങളും മാളികയും സമ്പത്തുമെല്ലാം. അപ്പം ഈ സൗദങ്ങളും മാളികയും സകല സമ്പത്തും അധകൃതരാകുന്ന സാധുക്കളെ നല്ലതുപോലെ വാട്ടി പിഴിഞ്ഞ് പടുത്തുയർത്തിയതാണ്. എന്നാ ചിലരുടെ മുഖത്തൊരു വല്ലായ്മ. നന്നായിട്ട് പാടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ വചനത്തിൽ നിന്ന് പറയാൻ ഒക്കാതെ വരും. അപ്പം ബെന്തിക്കോസുകാരെല്ലാം കൂടെ പറയും, ഓ ബെന്തിക്കോസുകാർക്ക് ഇത് കേൾക്കുന്ന അത്ര വലിയ തൃപ്തിയൊന്നും അല്ല. നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും. ഇതിന്റെ ശബ്ദം ഇച്ചിരൂടെ കുറയ്ക്കണം മോനെ, ഞാൻ പാടുന്നത് കേൾക്കണം. അവരോട് വൈരാഗ്യം ഉണ്ടായിട്ട് നിങ്ങൾ തമ്മിൽ ധാരണയുണ്ടെന്നാ തോന്നുന്നു. നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ, മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. അപ്പം സാധുക്കൾ ആ നാളികേരവും നെല്ലും മറ്റതെല്ലാം കൊണ്ട് കൊടുക്കും. അയിത്തവാ. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്തോ ആയുധമാ? കണ്ടത്തിൽ പണിയുന്നതും നെല്ല് വിത്ത് വരെ കണ്ട ഉഴുന്നതും കട്ട നിരത്തുന്നതും ഉടുന്നതും ഞാറ് നടന്നതും പിന്നെ വളവിടുന്നതും എല്ലാം സാധുക്കളാ. പിന്നെ ഇത് കൊയ്യണം മെതിക്കണം, അത് പദമാക്കി അങ്ങ് മാളിയെ കൊണ്ട് കൊടുക്കും. അന്നേരം വല്ല ആയുധമാ. അത് ചോറ് വെച്ച് വലിയ ദൂഷണിൽ വെട്ടിയിട്ട് പണ്ടിവയറുമായിട്ടിരുന്ന് നല്ല വെട്ടുന്നതിന് ഒരു ആയുധം
മനസ്സിലാകാരിയാന്നോ? അല്ല, എന്തുവാ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനത്തെ കാലം ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഭാഗത്തേക്ക് ഇനി ഞാൻ പോകുന്നില്ല. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നേ പിന്നെ. അതെ, അതെവിടെയും പറഞ്ഞോണം, ആരോടും പറഞ്ഞോണം. എവിടെയും പറയാൻ കൊള്ളാവുന്ന ഇതാ. അതെ, ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. ഇപ്പൊ എന്തുവായി സമയം എന്തുവായി? ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. എടുത്ത് പറഞ്ഞോ, ഇല്ല ഇനിയും കോള് വരും. അപ്പൊ ശ്രദ്ധിക്കുക. അല്ല, ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട്. അടുക്കള പണിയുന്നത് സാധുവർഗത്തിൽപ്പെട്ട ഒരമ്മ, അയിത്തവ. ചിന്നെ ഈ മുറി കയറരുത്, അവിടെ കയറരുത്, അത് തൊടരുത്, ഇതിൽ ചിന്നെ അറിഞ്ഞ പണി പണിത് ചെയ്യുന്ന ഭക്ഷണം നല്ല വെട്ടി വിഴുങ്ങുന്നതിന് ഒരയിത്തോ മനസ്സിലാകാഴിയാന്നോ എന്നെ പൊട്ടങ്ങൾ. ഈ അയിത്തത്തിനും അനാചാരത്തിനും ദുരാചാരത്തിനും ഒക്കെ മാറ്റം വരുത്തിയത് സുവിശേഷം വന്നേ പിന്നെ. സതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മുടെ തെക്കേലെ സതിയല്ല, അതൊരു സമ്പ്രദായമാ. ഞാൻ പറഞ്ഞത് വേറൊരു സമ്പ്രദായം. ഭർത്താവ് മരിച്ചാൽ ചിതേ ചാടി മരിക്കണം. അതിന് മാറ്റം വരുത്താൻ മുഖാന്തരം ഈ സുവിശേഷമാണ്. ചരിത്രം വേറെ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ചരിത്രം പഠിക്കും, നിഷ്പക്ഷമായിട്ട് പഠിക്കും. മോഹൻ രോഗിയെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ഡിത രമാഭായി എന്ന് പറഞ്ഞൊരു കർത്തദാസി ഉണ്ടായിരുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച മാന്യ വനിതയാണ്. അവരിതിനു വേണ്ടി നന്നായിട്ട് പൊരുതിയ സ്ത്രീയാണ്. സ്തോത്രം. വസ്ത്രം ധരിക്കാനൊക്കത്തില്ല യോഗ്യമായിട്ട്, അതിനൊക്കെ അവർ പൊരുതിയതാണ്. അപ്പോൾ ഇതിനെല്ലാം മൂല കാരണം ഈ സുവിശേഷം വന്നതാണ്. 2 അക്ഷരം കൂട്ടി വായിക്കാനും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനും പള്ളിക്കൂടത്തിൽ പോകാനും അക്ഷരം പഠിക്കാനും വിദ്യാഭ്യാസത്തിന് ഇടവന്നതും യോഗ്യമായിട്ട് ജീവിക്കുവാനും പഠിക്കാനും പഠിപ്പിക്കാനും നടക്കാനും പോകാനും ഒക്കെ ഇടയാക്കിയത് സുവിശേഷമാണ്. അതുകൊണ്ട് എവിടെയും പറയാൻ കൊള്ളാവുന്നതാ സുവിശേഷം. ഇപ്പോഴും ചിലയിടത്ത് അയിത്തമുണ്ട്. ഇന്നാൾ ഒരു തള്ള പറഞ്ഞ് ഇനി ആൾക്കാർ മോഹിനിയാട്ടം എന്നല്ലേ അകത്ത് കിടക്കുക. തള്ളക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതെ, നമ്മളെ ആരെയും ഒന്നും ഇഷ്ടമല്ല തള്ളക്ക്. അവിടെ ചെന്ന് തവല കൊട്ടാനൊന്നും പോകരുത്. തള്ള രാജേഷല്ലേ, രതീഷ്, തള്ളക്കിട്ടല്ല. നമ്മളെ ആരെയും തള്ളക്കിട്ടല്ല. തള്ള പറഞ്ഞ അവര് കളിച്ചാൽ ഒക്കുകയല്ലെന്ന. ആയിക്കോട്ടെ. അല്ല, ഞാൻ അവരെ അങ്ങനെ കുറ്റം പറയുന്നില്ല. അവര് അകത്തിരുന്നത് തുറന്ന് പറഞ്ഞു, പലരും പറയുന്നില്ല. അത്തള്ള തുറന്നങ്ങ് അവർ ഓപ്പണായിട്ടങ്ങ് പറഞ്ഞു. വലിയ പൊട്ടുമൊക്കെ തൊട്ട് അവർ നല്ല വെച്ച് കീഴ്ച്ചു. ഒരുമാതിരിപ്പെട്ട തള്ളയൊന്നും പറയുന്നില്ലെന്നേ ആകത്ത് ഇത് മുഴുവൻ ഇരിക്കുക. ഇപ്പോഴും ഇല്ലേ? ഉണ്ട്. ഇതിന് മാറ്റം വരണമെങ്കിൽ സുവിശേഷം അകത്ത് കയറണം. അകത്ത് കയറണം. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം കൊണ്ട് മാത്രമേ ഇതിന് മാറ്റം വരൂ. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാർഗം. ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല, ഇത് മതപ്രസംഗമല്ല. അല്ല, നമ്മുടെ നോട്ടീസ് എന്ത് ചെയ്യും? കൺവെൻഷനും സംഗീത ശുശ്രൂഷ എന്ന, അല്ലാതെ
മതപ്രസംഗം നടക്കുന്നതല്ല. ഇത് മതപ്രസംഗം അല്ലല്ലോ, അങ്ങനെയാണെന്ന് ഞാൻ വരികയില്ല. തന്നെ അങ്ങനത്തെ നോട്ടീസിൽ മതപ്രസംഗം നടിച്ചാൽ ഞാൻ അങ്ങനെയുള്ളടത്ത് പോവുകയില്ല. ഇത് മതപ്രസംഗമല്ല, ഒരു സുവിശേഷം അറിയിക്കുക. സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, രക്ഷിതാവാകുന്ന യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. ആ സന്ദേശമാണ്. ദൈവത്തിന് മഹത്വം. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല. കാരണം ഇത് മറ്റുള്ളവരോട് അറിയണമല്ല നമ്മൾ എന്തുവായി പറയുന്നത്. അതിന് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇത് അറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അറിയാം, എല്ലാം അറിയാം. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഓ, പാസ്റ്റർ അങ്ങോട്ട് ശോഭിക്കുന്നില്ലെന്നാ. അങ്ങോട്ട് ശോഭിക്ക്. ഞാൻ ഈ കസേര തട്ടി താഴ്ത്ത് കളഞ്ഞ് ഇതിലേക്കിടന്ന് ഓടിയ സ്റ്റാൻഡും തട്ടി ഇട്ടേച്ച് അങ്ങോട്ടൊരു ഓട്ടം ഓടി 2 പെണ്ണുങ്ങളെ എന്തെങ്കിലും താഴെ ഇടുക എന്നെങ്കിൽ നന്നായിട്ട് ശോഭിച്ചു പാസ്റ്റർ. പിന്നെ ഇന്നങ്ങനെ ശോഭിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ അങ്ങ് ശോഭിക്കുക. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും ആവശ്യമായ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സകല ആൾക്കാർക്കും, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എല്ലാവരും ഏറ്റെടുക്കണം. അതിനാണ് ഇത് പറയുന്നത്. ആട്ടെ, എടുത്ത വിഷയത്തിലേക്ക് മടങ്ങി വരാം. എബ്രായ ലേഖനം യേശുക്രിസ്തുവിന്റെ മഹിമ വെളിപ്പെടുത്തുകയാണ്. എല്ലാവരും ശ്രേഷ്ഠനാകുന്നവനായ യേശുക്രിസ്തു, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. സ്തോത്രം. യാതൊരു അപാകതയും യേശുവിലില്ല. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ലല്ലോ. ഒറ്റിക്കൊടുത്ത യൂദ വരെ പറഞ്ഞത്, അയ്യോ, കുറ്റമില്ലാത്ത രക്തം ഞാൻ കാണിച്ചു കൊടുത്തന്ന. ക്രൂശിൽ കിടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തിട്ടായി ക്രൂശിൽ കരുത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയ ചുടിയിൽ പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. സ്തോത്രം. കർത്താവിൻ്റെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ദൈവാലയത്തിലെ തിരശീലം മുകളിൽ നിന്ന് 2ആയിട്ട് ചീന്തി. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ശതാധിപനും വഴി നടന്നു പോയവരെല്ലാം ഈ കാഴ്ച കണ്ടേച്ച് പറഞ്ഞു, വാസ്തവമായിട്ടവൻ നീതിമാനായിരുന്നു. യേശുക്രിസ്തുവിൽ പാപമില്ല, പാപം ചെയ്തിട്ടില്ല, പാപമില്ല, പാപമറിയാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ദൈവത്തിൻ്റെ മകത്ത് ഇന്ന് രാത്രി ആ ക്രിസ്തുവിൻ്റെ മഹനീയ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. TKS പാടിയ പാട്ടിൻ്റെ ഒരു വരിയുണ്ട് ഇങ്ങനെ: കലിച്ചതല്ലേശം കാണുന്നില്ലേ മനുഷ്യനിലം മുറ ചെയ്തുതാൻ, കലിച്ചതല്ലേശം കാണുന്നില്ലേ മനുഷ്യനിലം മുറ ചെയ്തുതാൻ, മരണമതിൻ വിധിയെഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. അപ്പോൾ യാതൊരു കലുഷതയും യേശുവിലില്ല, ഒരു ഊനവുമില്ല, ഒരു അപാകതയില്ല. പരമവിശുദ്ധനാ യേശുക്രിസ്തു. ആർക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം, യേശുവിനെ ആർക്കും അംഗീകരിക്കാം, യേശുക്രിസ്തുവിനെ എല്ലാവർക്കും ആരാധിക്കാം. അവിടുന്ന് ശ്രേഷ്ഠനാണ്, യോഗ്യനാണ്, ഉന്നതനാണ്. അതെ, നമ്മൾ 10-ാം അധ്യായത്തിന്റെ 37 വായിച്ചത്. ആ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു വീണ്ടും വരും. അപ്പോൾ വരുവാനുള്ളവൻ ഏകവചനമാണ്. വരുവാനുള്ളവരെന്നല്ല, വരുവാനുള്ളവൻ ഏകവചനമാണ്. ഇനി തിരിച്ചു വരാനുള്ള ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28 ഒരു പദമുണ്ട്, വായിച്ച് 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ആദ്യം ഒന്നാമത് പ്രത്യക്ഷനായി. ആ 9-ാം അധ്യായത്തിൽ 3 പ്രത്യക്ഷതയുണ്ട്. 9-ാം അധ്യായത്തിൽ 3 പ്രത്യക്ഷത. അതിലൊരു പ്രത്യക്ഷതയാ 28-ാം വാക്യം വായിച്ചത്, പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അത് 2-ാം വരവാ.
ആദ്യത്തെ വരവ് 26 വാക്യം വായിച്ചേമുള്ള 26:9-26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് ആദ്യത്തെ പ്രത്യക്ഷത. ആദ്യത്തെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ കന്യാസൂനുമായി യേശു ഈ ഭൂമിയിൽ അവതരിച്ചു. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്ത് വന്ന് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതം പറഞ്ഞ്, പേടിക്കണ്ട, ഞാൻ ഗബ്രിയേല, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകയാ. ഈ വാർത്ത കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതം പറഞ്ഞു, നിന്റെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവാകാൻ പോകയാ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടലിടും. അവൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ നിന്റെ ഉദരത്തിലൊരു പുരുഷപ്രജ ഉരുവാകും. അവൻ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേരിടണം. അങ്ങനെ ദൂതൻ ഇത് പറഞ്ഞേച്ചു പോയി. പറഞ്ഞതുപോലെ മറിയം ഗർഭവതിയായി, യേശു ഉദരത്തിൽ ഉരുവായി. ആ പ്രസവകാലം തികഞ്ഞു. ആമൻ ക്രിസ്തുവിന്റെ അമ്മയാകുന്ന ആമൻ മറിയം യേശു ക്രിസ്തുവിനെ പ്രസവിച്ചു. വടിയമ്പലത്തിൽ സ്ഥലമില്ലേകയാൽ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. അപ്പോൾ വടിയമ്പലത്തിലുമല്ല പ്രസവിച്ചത്, പശുത്തൊട്ടിയിലും അല്ല പ്രസവിച്ചത്. പശുത്തൊട്ടിയാന്നും പറഞ്ഞ് കൂടുമെല്ലാം കൂടെ ഉണ്ടാക്കി പമ്മിയിരിക്കുന്ന അനേക ആൾക്കാർ ലൈറ്റ് വെക്കണക്കി കെടുകയും കത്തുകയും യേശു ഇവിടെ ജനിച്ചെന്നും പറഞ്ഞ് കച്ചിയും കൊണ്ടുവച്ച് കണ്ടിട്ടില്ലേ? യേശു ജനിച്ച്. യേശു അവിടെ അല്ല ജനിച്ചത്. സ്തോത്രം. എങ്ങും സ്ഥലമില്ലേകയാൽ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. അപ്പോൾ ആട്ടിടയന്മാരും പിന്നത്തേതിൽ വിദ്വാൻമാരും ഒക്കെ വന്ന് ആദ്യം ആട്ടിടയന്മാർ വന്ന് യേശുവിനെ കണ്ടു വീണ് വണങ്ങി അവനെ അമ്മയോടുകൂടെ ശിശുവിനെ കണ്ടു അവനെ നമസ്കരിച്ചു. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാകിടപ്പും കണ്ട് ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പോൾ എങ്ങ് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കടത്തി. ഇതാണ് ആദ്യത്തെ പ്രത്യക്ഷത. എങ്ങനെ? മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരം വരുത്തുവാൻ കന്യാസൂനുമായി ഈ ഭൂമിയിൽ യേശു പിറന്നു. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത ആമൻ ആട്ടിടയന്മാര് കണ്ടു, വിദ്വാൻമാര് വന്ന് കണ്ടു, ദൈവാലയത്തിൽ വന്നപ്പോൾ ശിമയോൻ കണ്ടു, ആമൻ ഹന്നാ എന്ന പ്രവാചക കണ്ടു, ആമൻ വന്നവരെ യേശുവിനെ കണ്ടു. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത എന്തിനാണെന്നറിയാമോ? അവിടെ വായിച്ചിരിക്കുന്നത് മനുഷ്യവർഗത്തെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. ആ ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ദൈവമായ പിതാവ് ഓമനകുമാരനെ ഈ താണലോകത്തിലേക്ക് പാപമില്ലാത്ത യേശു ക്രിസ്തുവിനെ അയച്ചു. ജഡാവതാരം വേഷത്തിൽ മനുഷ്യനായി. എന്തിനാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത, യേശുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത. സ്തോത്രം. ആ പ്രത്യക്ഷത എല്ലാവരും കണ്ടു. ഒടുവിൽ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് കഷ്ടാനുഭവങ്ങളിൽ കൂടി പോയി. മുഖത്ത് രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടവനായി, മുൾക്കിരീടധാരിയായി, മുതുകത്ത് ഉടവജാല് പോലെ മുതുക് നീളത്ത് കീറപ്പെട്ടവനായി, കണ്ണ് മൂടിക്കെട്ടി കന്നത്ത് അടി കിട്ടിയവനായി, ആമൻ കാർക്കിച്ച് തുപ്പലേറ്റ് മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ട്, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ട ക്രിസ്തു പങ്കപ്പാടുകളും പീഡകളും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിവേറ്റും തകർന്നും സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ച് രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതെ കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി യേശു പീഡകളും വ്യതകളും സഹിച്ച് ഒടുവിൽ കുരിശുമരം ചുമന്ന് കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാനുകൾ കേൾപ്പിച്ചു കൊടുത്ത് അവിടുന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു.
എന്തിന്? എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, എന്റെയും നിങ്ങളുടെയും പ്രാണൻ രക്ഷപ്പെടാൻ. ആ കർത്താവ് മരിച്ചു, കല്ലറയിൽ കൊണ്ടടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് വന്ന പ്രത്യക്ഷത. രണ്ടാമത്തെ പ്രത്യക്ഷത ഏതാ? ഇപ്പൊ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. വായിച്ചേ മോളെ, 24-ാമത്തെ വാക്യം വായിച്ചേ, 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് ഇപ്പൊ പോയി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? എന്റെയും നിന്റെയും പാപങ്ങൾ പരിഹരിക്കാൻ. അത് പരിഹരിച്ചു. അതുകൊണ്ട് ആ ക്രൂശിൽ കിടന്നപ്പോൾ പറഞ്ഞത് സകലത് നിവൃത്തിയായി. ഇതെങ്ങനെ പ്രാപിക്കാം? നീ വിശ്വസിച്ച് ഏറ്റെടുത്താൽ. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച്, യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശുവിന്റെ പരിശുദ്ധ രക്തം എന്റെ സകല പാപങ്ങളും ബോധ്യനെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്താൽ നിന്റെ പാപത്തിനും പരിഹാരം. ആ പരിഹാരം വരുത്തി ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയി അവിടെ പിതാവിന്റെ സന്നിധി പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ എന്തോടുക്കുകയെന്നറിയാമോ? ഇപ്പൊ പക്ഷപാതം ചെയ്യുക. വായിച്ചേ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിര്, 10-19 മുതൽ വായിര്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരിച്ചിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാന ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലണം. ഈ കണ്ണിക പിടിക്കുമ്പോൾ ഇപ്പോൾ യേശു സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ആ പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും വരും. ആ പ്രത്യക്ഷത 9:28 പൗലോസ് പറഞ്ഞത് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ഈ കാര്യമാണ് 10:37 ഒന്നുകൂടെ ആവർത്തിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ആര് വരും? യേശു ക്രിസ്തു വീണ്ടും വരും. ഇനി വരുന്നത് എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർക്കാനാ. യേശു വീണ്ടും വരുമോ? വരും. അങ്ങനെയാണ് അവൻ വരും. ആട്ടെ, ഈ 10 മണിക്ക് ഇത്രയും ഒപ്പിക്കുന്നല്ലോ വലിയ കാര്യം. വരുമേ തിരുവായി മൊഴിഞ്ഞവനരുളിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്ന സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീഴുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവീഴുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവീഴുന്നു ജാലയിൽ പോയി കൊണ്ടുവീഴുന്നു ജാലയിൽ പോയി ചേർത്ത് സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നെത്താം. നവയറുജല മഹിമ നിറഞ്ഞ് ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ നവയറുജല ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി വരുന്നേ. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവനരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേരുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവീഴുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവീഴുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വീണ്ടും വരും. 1-2 കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. എന്തുവായി സമയം? 9:30 ആയോ? നമുക്ക് നിർത്തണ്ട. 10-ന് നിർത്തിയേക്കാം. ഇരുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, കൃത്യം മാറ്റിങ്ങോട്ട് വെച്ചോ, അല്ലേ പിന്നെ ഞാൻ അങ്ങിരിക്കും. ഇത് കറക്റ്റാന്നേ.
അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു വീണ്ടും വരും. വരുമോ? എന്തിനാ? ഉറക്കെ പറ, ഉറക്കെ പറയാൻ. പോവോന്ന് പണ്ട് ഞാന് ഓടനാവട്ടം ജോർജിനോട് ചോദിച്ചു, ജോർജ്, ആ കർത്താവ് വന്നാ പോകണ്ടേ? ഒത്താ പോണം. ഒത്താ പോകാനാന്നോ ഈ വേഷമെല്ലാം കിട്ടിയേക്കുന്നേ? കമ്മലും മാലയെല്ലാം പറിച്ച് ദൂരെ കളഞ്ഞു. ഒത്താ പോകാനാണോ? മീശയെല്ലാം മടിച്ച് ഒത്താ പോകാനാണോ? ഈ പറമ്പിലും പൊരകിടത്തിലും അവിടെ ഇവിടെ അങ്ങനെ അങ്ങ് അലറുക, ക്ലോറി ഹല്ലേലൂയ എന്ന് പറഞ്ഞാല് ഒത്താ പോകാനാണോ? പറ. അല്ല. കള്ള് കുടിക്കാതെ ഈസ്റ്ററിനൊന്നും കുടിച്ചില്ല. കുടിച്ചോ? ഇല്ല. എന്തിനാ കുടിക്കാതിരുന്നേ? ഛർദിക്കും. പക്ഷേ പഴയതുപോലെ അല്ല. പണ്ടൊക്കെ നല്ല പിടി ഇപ്പോഴേ അതാണോ കുടിക്കാതിരുന്നേ? പറ. പറ മോനെ. അതോ അടിച്ചോ? കുടിക്കാതിരുന്ന യേശു വരുമ്പോ പോണമെന്ന് വലിച്ചില്ല. അതിനാ കാര്യം. ചുമയാ, അത് കാരണം ഞാനിപ്പം വലിക്കാതിരുന്നത്. എന്തിനാ വലിക്കാതിരുന്നേ? യേശു വരുമ്പം അതിനാ. സിനിമ കണ്ടില്ല, അതിനാ കാണാഞ്ഞേ? കണ്ടോ? മൊത്തം കണ്ടില്ല ഭാഷ, ഇച്ചിരിയൊക്കെ വല്ലപ്പോഴും ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ നിന്നയും ആക്ഷേപവും അപമാനവും ഈ പീഡയൊക്കെ സഹിച്ച് നിൽക്കുന്നതിന് നമ്മളെ എല്ലാവരും പരിഹസിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് നമ്മളെ കളിയാക്കും, ഇല്ലേ? കളിയാക്കും. ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടി ഉള്ളത് കൊണ്ടൊക്കെ പലർക്കും കുഴപ്പമില്ല. പണ്ടൊക്കെ ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ബസ്സിൽ കയറുന്ന സഹോദരിമാരുടെ കമ്മലും മാലയില്ല, സഹോദരന്മാർ മീശ പിടിച്ച് കയ്യിൽ ഒരു വേറെ വസ്തുവൊക്കെ ആയിട്ട് നിന്ന് ചിലർ കളിയാക്കും. ആദ്യം കാണുമ്പോഴേ ഉടനെ അടുത്തിരുന്ന പുള്ളി വയ്ക്കുക, ഇല്ലേ? ഉടനെ നമ്മളവൻ്റെ കരുത്തിൽ കയറി പിടിക്കുകയാണോ? അല്ല, നമ്മൾ ശാന്തമായിട്ട് അവിടെ നിൽക്കുക. ഇത് സഹിച്ചേ ആക്ഷേപിക്കും നമ്മളെ. പണ്ടൊക്കെ പറയാറുണ്ട് പെന്തിക്കോസ് ചേരണം കപ്പയും മീനും. അത് കളിയാക്കി പാടി. ഇപ്പം കപ്പയ്ക്ക് വലിയ ഡിമാൻഡാണ്. അതെ, വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്നാൽ കപ്പ ചോദിച്ചാൽ നമ്മളെ കളിയാക്കിയതാ. അതിപ്പോൾ ഏറ്റവും നല്ല കപ്പയ്ക്ക് എന്നെ ഇംഗ്ലീഷിൽ പറയുന്നേ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ യോഗം തീരുകയല്ലേ ഇന്ന്. ഉണ്ടോ? എന്തോ നമ്മളെ ടപ്പിയൊക്കെ അതാ വലിയ വലിയ സ്റ്റാർ ഹോട്ടൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ കളിയാക്കിയതാ. പെന്തിക്കോസിൽ ചേരണം കപ്പയും മീനും. അതിപ്പോൾ ഏറ്റവും നല്ല ഫുഡാക്കി ദൈവം തീർത്തു. പണ്ട് നമ്മളെ അല്ലേലിയ പറയുന്ന കളിയാക്കിയ ആൾക്കാർ ഇപ്പം അല്ലലിയോ അല്ലലിയോ അല്ലല്ലോ നിർത്തുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് നമ്മളിപ്പോൾ പറയുന്നുമില്ല. അതായിപ്പം നേരെ തിരിഞ്ഞു. നമ്മളിപ്പോൾ പറഞ്ഞ ഹോളുള്ളൂ, പിന്നെ അനങ്ങാനും മേലെ മിണ്ടുന്നുമില്ലല്ലോ. പരിഹസിച്ചെന്ന് ഒത്തിരി പേര്. സ്തോത്രം. അപ്പൊ ഈ നിന്നയും ഈ അപമാനമൊക്കെ സഹിച്ച് നിൽക്കുന്ന എന്തിനാ? യേശുവിന്റെ വരവിൽ പോകാനാ. സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും വരും. ഒരിക്കൽ വന്നു. എന്തിന്? പാപപരിഹാരം വരുത്താൻ. വരുത്തിയേച്ച് സ്വർഗത്തിൽ പോയി. ഇപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും വരും. യേശു ക്രിസ്തു വീണ്ടും വരും. തെളിവെന്നാ? ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. അതെ, പറഞ്ഞേച്ചാ. വായിച്ചോ, സുബി വായിക്കാമോ മോളെ? 14:1 യോഹന്നാന്റെ സുവിശേഷം 14:1 വായിച്ചോ. നോക്കുന്ന ഭാഗ്യം വരണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് പിന്നെയും വന്ന്. അപ്പോൾ യേശു ക്രിസ്തു വീണ്ടും വരും. തെളിവ് യേശു ക്രിസ്തു പറഞ്ഞേച്ചാ പോയത്. ഇവിടുന്ന് പോകുമ്പോഴേ ഇതുപോലെ പറഞ്ഞേച്ച് പോയൊരൊറ്റ നേതാവിന്റെ പേര് നിങ്ങൾ പറ. ഞാൻ പോയിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി.
കൂടെ നിന്നവരോടും ആരോടും ഞാൻ എന്നാ പോയിച്ച് വരാമെന്ന് പുള്ളി പറഞ്ഞില്ല. ഇരുമ്പ് വനിത എന്നൊക്കെയാ പറഞ്ഞത്. ഇന്ദിരാഗാന്ധി പോയിച്ച് വരാമെന്ന് പറഞ്ഞോ? ഇല്ല. ഇവിടെ ധാരാളം മിടുക്കന്മാരെല്ലാം വന്നു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സപ്തമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും എല്ലാവരും വന്ന് ഇവിടുന്ന് പോയി. ഞാൻ ഇപ്പൊ പോവുക, തിരിച്ചു വരാന്ന് പറഞ്ഞു. ആരും പറഞ്ഞില്ല. ആരും വരാന്നല്ല, ഒന്നും പറയാതാന്നല്ല പോയത്. നമ്മൾ ഈ സോളമൻ എങ്ങനെയാ മരിച്ചു? വല്ലതും പറഞ്ഞോ? ഇല്ല. പറയണമെന്നുണ്ടായിരുന്ന പറയാനൊക്കെ നാക്കുമൊക്കെ വന്ന്, പക്ഷെ കുഴഞ്ഞു പോയി. ഒന്നും യേശു കുഴഞ്ഞേച്ചല്ല പോയത്. പോകുന്നതിന് മുന്നേ തന്നെ സേവിച്ച ശിഷ്യവൃന്ദങ്ങളെല്ലാം വിളിച്ചു കൂട്ടി വെച്ച് പറഞ്ഞു, ഹൃദയം കലങ്ങരുത്, ഞാൻ പോവുക, പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക, ഒരുക്കി ക്രമപ്പെടുത്തി തിരിച്ചു വരും. വന്ന് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ യേശു പറഞ്ഞേച്ചാ പോയത്. സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ, സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, ഹൃദയം കലങ്ങരുത്, ഞാൻ തിരിച്ചു വരും. അപ്പൊ യേശു വീണ്ടും വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉറപ്പ് അവിടുന്ന് പറഞ്ഞേച്ചാ പോയത്. ഇതുപോലെ പറഞ്ഞേച്ചു പോയ ഒരു ഗുരുക്കന്മാരുമില്ല, ഒരു മത നേതാക്കന്മാരുമില്ല, ഒരു രാഷ്ട്രീയ ഉന്നതയിൽ വന്നവരുമില്ല, ഒരു സാമുദായിക പരിഷ്കർത്താക്കളുമില്ല, ഒരു മന്ത്രിയില്ല, തന്ത്രിയില്ല, ഒരു രാജാവും പറഞ്ഞിട്ടില്ല ഞാൻ തിരിച്ചു വരാന്ന്. പറഞ്ഞത് ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അതല്ലേ നമ്മുടെ വിജയം. ഈ അടിയും ഈ നിന്ന് ഈ ആക്ഷേപം മുമ്പേ സതീഷ് മാസ്റ്റർ നമ്മളെ തല്ലുന്നവരുണ്ട്, ട്യൂബലൈറ്റ് തല്ലി പൊട്ടിക്കുന്നവരുണ്ട്, ബൈബിള് പറിച്ചു കീറും, ബൈബിള് കാലുമടക്കി അടിച്ച് തോട്ടിക്കളഞ്ഞ ആൾക്കാരുണ്ട്, ഉണ്ട്. ഉപദേശിമാരെ അടിച്ച് ഉപദ്രവിച്ചവരുണ്ട്, പരസ്യവും നടത്തുമ്പം ബഹളം ഉണ്ടാക്കിയവരുണ്ട്, പലരുണ്ട്. നമ്മൾ തന്നെ തിരിച്ചൊന്നും പറയാത്ത, നമുക്കിതൊന്നും വിഷയമല്ല. തിരിച്ചടിക്കുന്നത് നമ്മുടെ മാർഗമല്ല, തിരിച്ച് പ്രതികരിക്കുന്നത് മാർഗമല്ല. നമുക്കൊരു ഉറപ്പുണ്ട്, പുള്ളി തിരിച്ചു വീണ്ടും വരും. വന്ന് താൻ ഇരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ടുചെന്ന് ഇരുത്തും. അതുകൊണ്ട് ഇവിടുത്തെ കഷ്ടതയും ദുരിതവും ദുഃഖവും ഒന്നും നമുക്ക് വലിയ വിഷയമല്ല. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, ഇത് വേഗം തീരും, ഞങ്ങൾ അങ്ങ് പറന്നും പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു വീണ്ടും വരും. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചു പോയി. രണ്ടാമത്തെ തെളിവ്, യേശു വീണ്ടും വരുമെന്നുള്ളതിന് രണ്ടാമത്തെ തെളിവ്, അപ്പോസ്തലന്മാര് ഈ കാര്യങ്ങൾ കർക്കശമായി പറഞ്ഞു, യേശു വീണ്ടും വരും. അതാണ് നമ്മളിപ്പം വായിച്ചത്. ഏതാ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പൗലോസും വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ക്രിസ്തു നിദ്ര കൊണ്ടുവരുന്നെന്ന് അവിടുത്തെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി വീണ്ടും തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. തെസ്സലോനിക്ക ലേഖനം 4:13 മുതൽ താഴോട്ട് നമുക്ക് മനപ്പാഠമാ. 16 വാക്യം എല്ലാവർക്കും പറയാം, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യമുയർക്കും ജീവനിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. രണ്ടു കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. യേശു വീണ്ടും വരും. ഒന്നാമത്തെ തെളിവ് യേശു പറഞ്ഞേച്ചു പോയി. 2 അപ്പോസ്തലന്മാര് അരക്കിട്ടുറപ്പിച്ചു. 3 ദൂതന്മാര് സാക്ഷ്യം പറഞ്ഞു. വായിച്ചേ മോളെ, അപ്പോസ്തല പ്രവൃത്തി 1:10-11 ദൂതന്മാര് സാക്ഷ്യം പറഞ്ഞു. അറിവുള്ള വാക്യമാ, വായിച്ചേ. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ ഇടയ്ക്ക് കയറി പറയാ, വെള്ളവസ്ത്രത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാ എടുത്ത് വെള്ളവസ്ത്രം എന്ന് പറഞ്ഞേക്കുന്നത്. വെള്ളയ്ക്ക് പ്രാധാന്യമില്ലായിരുന്നെങ്കിൽ വസ്ത്രം ധരിച്ച 2 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ മതി.
അല്ലേ? നാടൻ ഭാഷ പറഞ്ഞാൽ തുണി കൊടുത്ത 2 പുരുഷന്മാര്, ഉത്തരം പറഞ്ഞാൽ പോരെ? വെള്ളയ്ക്ക് പ്രാധാന്യമില്ലെങ്കിൽ നിങ്ങൾ ഈ വേറെ പുസ്തകം മൊത്തം പഠിച്ച വെള്ളയ്ക്ക് പ്രാധാന്യമാണ്. അതുകൊണ്ട് ഞാനും പറയും, കേബ്രഹാം പറഞ്ഞതാ പരമാർത്ഥമായ കാര്യം. എല്ലാവരും വെള്ളേ വരണം. പിന്നെ എല്ലാവരും വരണം. തബല വായിക്കാൻ വരുന്ന പുള്ളിയും വെള്ളേ വരണം. രാജീവല്ലേ, രതീഷും വരണം വെള്ള. എല്ലാവരും വെള്ളവർ. ഇനി നമ്മൾ കൂടുമ്പം ഇതൊരു ശുശ്രൂഷയല്ലേ? സ്തോത്രം. അല്ല, കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരും പോലെ വരരുത് സഭായത്തിന്. മനസ്സിലാകും? വെള്ളയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടല്ലേ എടുത്തു പറഞ്ഞേക്കുന്നത് വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗയേശു. അതിനെ അങ്ങനെ പറഞ്ഞത് വേറെ യേശുവായിട്ട് ആൾക്കാർ വരും. അല്ല, വന്നോണ്ടിരിക്കുക. നമ്മുടെ ഇടയിലും വന്നു വേറെ യേശു. ഒത്തിരി ഉണ്ട്, എല്ലാം ഞാൻ എടുക്കുന്നില്ല. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം വേറൊരു യേശു, മറ്റൊരു സുവിശേഷം എന്നൊക്കെയാ കാണുന്നത്. വായിച്ച മോള്, ഏതായാലും സമയം പോയി. സുബി മോള് വായിന്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ, വേറൊരു യേശു. അത് ദൂതന്മാര് പറയുക, ഈ യേശുവിനെ തെറ്റരുത്, മറ്റൊരു യേശുവായിട്ട് വരുമെന്ന്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. പിന്നെ പ്രസംഗിക്കയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിൽ, വേറൊരു ആത്മാവ്. അപ്പൊ വേറൊരു യേശു, വേറൊരു ആത്മാവ്. പിന്നെ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം. അപ്പോൾ വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം ഇതുമായിട്ട് വരും. തെറ്റരുത്. അതുകൊണ്ടാ ദൂതന്മാര് പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യേശു വീണ്ടും വരും. വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിസ്തരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. യേശു വീണ്ടും വരും. ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. 2 അപ്പോസ്തലന്മാര് സാക്ഷിച്ചു, 3 ദൂതന്മാര് പറഞ്ഞു വരുമെന്ന്. ഒരിക്കൽ യൂദായുടെ ലേഖനത്തിൽ ഹാനോക്ക് പറഞ്ഞല്ലോ വരുമെന്ന്. വായിച്ചേ മോളെ, യൂദാ 14-15. യൂദാ 14-15 പെട്ടെന്ന് വായിച്ചോ. ആദാം മുതൽ ഏഴാമനായ ഹനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. കണ്ടോ? അപ്പോൾ യൂദായുടെ ലേഖനത്തിൽ ഹാനോക്കും പ്രവചിച്ചു, യേശു വീണ്ടും വരും. യേശു ഡയറക്റ്റ് പറഞ്ഞു, ഞാൻ പോയതുപോലെ തിരിച്ചു വരും. അപ്പോസ്തലന്മാര് പറഞ്ഞു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ യേശു വരുവാൻ താമസിക്കത്തില്ല. ദൂതന്മാര് പറയുക, പോയതുപോലെ യേശു തിരിച്ചു വരും. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. ഈ കഷ്ടതയും ഈ ദുരിതവും ഈ പങ്കപ്പാടും ഈ ക്ലേശവും ഈ അനർത്ഥവും ഒക്കെ ഒരല്പനേരത്തേക്കേ ഉള്ളൂ. പത്രോസിന്റെ 1-ാം ലേഖനം 1:6 പറയുക, ഒരല്പനേരത്തേക്കേ ഉള്ളെന്ന. വായിച്ചേ മോളെ, പത്രോസിന്റെ 1-ാം ലേഖനം 1:6 വായിച്ചോ. 1:6. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരീക്ഷയും കഷ്ടതയും ദുരിതവും ദുഃഖവും രോഗവും പീഡ ഒരല്പനേരത്തേക്കേ ഉള്ളൂ. ഇത് വേഗം തീരും. നമ്മൾ ഇവിടുന്ന് പറന്നു. യേശു വീണ്ടും വരും. എന്തിന്? വിശുദ്ധന്മാരെ ചേർക്കാൻ. സ്തോത്രം. 2, യേശു എന്തിനാ വരുന്നത്? 1, വിശുദ്ധന്മാരെ ചേർക്കാൻ. ആ ചേർക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ട് കർത്താവിൽ മരിച്ച വിശുദ്ധന്മാരെ ആദ്യം ഉയർക്കും. നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, യേശുവിനെ അറിഞ്ഞ് ആരാധിച്ചവരാണെങ്കിൽ, യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ആദ്യം അവർ ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. 2 കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമുക്കൊരു പുത്തൻ ശരീരം കിട്ടും. അതിനാ രൂപാന്തരം. എന്തുവാ രൂപാന്തരം എന്ന കാര്യമാണ്. പണ്ടൊരാൾ ചോദിച്ചു, ഈ രൂപത എന്ന് പറഞ്ഞാൽ രൂപാത എന്ന് കൂടെ പറയുന്നതാണ് രൂപത.
അതിരൂപത, അധികം രൂപത എന്ന് പറയണ്ട, അതിരൂപത. അങ്ങനെ കണ്ടിട്ടില്ലേ? അതിരൂപത, അധികം രൂപ അവിടെ കൊടുക്കണം. രൂപത അത് രൂപ മതി എന്ന് പറഞ്ഞ പോലെ രൂപാന്തരം എന്ന് പറഞ്ഞ, രൂപാന്തരം എന്ന് പറഞ്ഞ രൂപ തരുന്ന കാര്യമാണോ? രൂപാന്തരം ഒറ്റ വാക്കി പറഞ്ഞ് നിർത്താം. രൂപാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രൂപം അങ്ങ് മാറും. നമ്മുടെ ഈ രൂപം അത്ര നല്ലതല്ല, നമുക്കും അറിയാം. എത്ര നേരം ഇവിടെ തമ്മനെക്കെട്ട് വന്നിരിക്കുന്നത്. 5 മണി മുതലേ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങി സ്പ്രിങ് എല്ലാം പിടിച്ചിട്ട് പിന്നെ അത് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് എല്ലാം ഒരുങ്ങി വെച്ച് കെട്ടിവെച്ച് പുള്ളിയോട് പറഞ്ഞു ഒത്തോന്ന് നോക്കാൻ. പുള്ളി പിന്നെ ഇങ്ങനെ ഒത്തോന്ന് നോക്കി നിൽക്കുക. എന്നിട്ടും പറഞ്ഞു ഓ ഞാൻ ഞുറിഞ്ഞത്. ഇടയ്ക്കൊന്നും പറഞ്ഞു ഓ എനിക്ക് ഇത് മനസ്സിൽ പിടിക്കുന്നില്ല, ഇത് വിട്ടേച്ച് വേറെണ്ണം മാറിയിടുന്നതാ. അങ്ങനെയൊക്കെ ഒരു തരത്തിൽ അത് താമസിച്ചു വന്നത്. നമുക്കറിയാം നമ്മുടെ രൂപം അത്ര നല്ലതല്ല. ഈ രൂപം ഒന്ന് നന്നാക്കാൻ എന്ത് പങ്കപ്പാടാ പെടുന്നത്. സാമ്പാറിന് മേടിച്ച വെള്ളരിക്ക സാമ്പാർ കിട്ടില്ല, അതരിഞ്ഞ് രൂപം ഒന്ന് ശരിയാക്കാൻ. ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ അവൻ മേടിച്ചു കൊടുത്തത് 1/4 കിലോ കടലമാവും 1 കിലോ ഏത്തക്കായും. തള്ള പറഞ്ഞ് നീ ഏത്തക്ക അങ്ങ് തിന്നോളാൻ, കടലമാവ് അതെനിക്ക് രാത്രി ഇച്ചിരി കാര്യമുണ്ട്, എല്ലാം മാരി തൂത്ത് രൂപം വരുത്തുക. അന്നേരം പറഞ്ഞു വേറാൻ ലെവലിയാ കുറച്ചുകൂടെ നല്ലത്. അന്നേരം വേറെ ആരണ്ട് പറഞ്ഞു ഈ മാതളത്തിന്റെ തോട് എല്ലാം അറിയാം, പിന്നെ മിണ്ടാതിരിക്കുക. ഇപ്പൊ ആർക്കും ഒന്നും അറിയാൻ മേല. കൺമഷി മേടിക്കുന്നു, പിന്നെ എഴുതുന്ന ഇതൊക്കെ ഉണ്ടല്ലോ എന്നാന്നു അത് മേടിക്കുന്നു, പൊട്ട തൊടുന്നു, ഇവിടെ കുത്തുന്നു, ഇതിന്റെ മേളിൽ കുത്തുന്നു, ഒതുങ്ങാഞ്ഞിട്ട് പിന്നെയും മേളിലൊരു കുത്ത്, പിന്നെ ഇവിടുന്ന് ഒരു പിടുത്തം, കാലയിലെ കൊലുസ്, കയ്യിലെ വള, ഇതെല്ലാം കുറ്റമല്ലീ പറഞ്ഞത്. എങ്ങനെയും ഒരു രൂപം വരുത്താനാ. എല്ലാവരും ആണുങ്ങളും എല്ലാം അങ്ങനെ. ചിലരുടെ എന്തെല്ലാം സൗന്ദര്യ വസ്തുക്കളാണെന്നറിയോ, ഏത് പെർഫ്യൂം അടിച്ചാലും ഒക്കുവെന്ന് ഓർത്താം. എന്നാളെടുത്ത മായിക്ക് അത് അടിക്കുന്നുണ്ട്. ശരിയാക്കുക. മനസ്സിലായോ? രൂപാന്തരം. നമുക്കൊരു രൂപം, നമ്മുടെ രൂപം അത്ര നല്ലതല്ല. ചെറുക്കനോട് പറഞ്ഞാൽ നിന്റെ രൂപം അത്ര, അവന് മുടിയെല്ലാം വളർത്തി ഇവിടെ ഒരു റബ്ബർ ബാൻഡും ഒക്കെ ഇട്ട് നിലനിർത്തന്നെ ഇവിടെ കുറച്ച് കെട്ടി വെച്ചു. ആണേതാ പെണ്ണേതാന്ന് ഒന്നും പിടി കിട്ടുന്നില്ല. മോനെ എന്ന് വിളിച്ചപ്പോൾ അവള് ജീൻസ് വിട്ടുകൊണ്ട് നിൽക്കാവൂ, പെണ്ണായിരുന്നു. ആണേതാ പെണ്ണാതാന്ന് വേറൊരാളെ മോനെ ഇങ്ങോട്ട് വന്നപ്പോൾ 80 എന്ന വലിയപ്പം നിക്കറിട്ടുകൊണ്ട് നിൽക്കുക. തിരിഞ്ഞപ്പോഴാണ് കണ്ടാ ഇത് പ്രായമുള്ളത് ഏതാ പ്രായമില്ലാത്തത് ഒരു പിടുത്തവും കിട്ടുന്നില്ല വല്ലാതെ. കാരണം രൂപം അത്ര നല്ലതല്ല. അപ്പം ഈ രൂപം അങ്ങ് മാറും. യേശുവിന്റെ വരവിൽ ഒരു പുത്തൻ ശരീരം കിട്ടും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായി അമർത്യത്തെ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായി അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, ഹേ മരണമേ നിന്റെ ജയമവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമെല്ലാം പറഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഈ താഴ്ചകളുള്ള ശരീരം തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. താൻ ഇരിക്കും പോലെ നാം അവനെ കാണുന്നതാകൊണ്ട് തന്നോട് അനുരൂപപ്പെടുത്താൻ പോകുകയാ. നിന്റെ ഈ താഴ്ച, കെടുതികൾ, ക്ലേശങ്ങൾ, ഈ ബലഹീനത, അവൻ താഴ്ചകൾ ബലഹീന എല്ലാം മാറി അത് പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട യേശുവിനെ രക്ഷിതാവായ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. കൃത്യം 10 നിർത്തി യേശു വീണ്ടും വരും. യേശു ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാൻ നേരമില്ല. 2 ചരണങ്ങൾ എല്ലാവരുടെ കൈയടിച്ച് പാടണം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടി വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. രാജാതി രാജൻ മേഘത്തിൽ എഴുന്നള്ള മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ള കൂടെ നാം ഒരുങ്ങി നിന്ന
മണിയറയിൽ കൈയടിച്ച് ചേർന്ന് അലമായി രാജാധിരാജ മഹിമയോടെ വാന കൈയടിച്ച് ചേർന്ന് രാജാധിരാജ മഹിമ ഓ ജീസസ് പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ കാലമായി പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ കാൺമാൻ കാലമായി തേജസോടെ കാൺമാൻ കാലമായി രാജാധിരാജൻ മേയോടെ വാനമേഘത്തിൽ നല്ല രാജാധിരാജ ഓ ജീസസ് ഒരുങ്ങി നിന്നോർത്തികൂടെ മണിയറയിൽ വാഴ കാലമായി ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി മണിയറയിൽ കാലമായി രാജാധിരാജൻ ഓ രാജാധിരാജൻ മഹിമയോടെ ആമേൻ ജീസസ് ഓ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ കരമുയർത്തി ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഈ ശുശ്രൂഷയിൽ ഇതുവരെ സഹകരിച്ച എല്ലാ ബഹുമാന്യ കർത്തദാസന്മാരോടും ദൈവമക്കളോടും സമീപവാസികൾ ഈ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് ശ്രദ്ധിച്ചവർ ദേശനിവാസികൾ എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങൾ വീശി ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. എല്ലാവരും ഒക്കുന്നെങ്കിൽ ആക്കം ഉണ്ടെങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. കരങ്ങൾ വീശി ഓ ഇന്നും രണ്ട് കരങ്ങൾ വീശി അതേ ക്രിസ്തുവിൻ കൂടെ പാർക്കും ഒരിക്കൽ കൂടെ ഓ ഇന്നും എന്നേ